നമസ്കാരം. രാജമാണിക്യം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. നമ്മളിൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ പലരെയും പോലെ ബാല്യകൗമാരങ്ങൾ, യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നിറഞ്ഞതും ഒരുപാട് വിചിത്രവുമായ അനുഭവങ്ങളുള്ള കാലഘട്ടങ്ങൾ. എല്ലാവരും സ്വർണ്ണക്കരണ്ടിയോടെ ജനിച്ചവരല്ല ആരും. 50 വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫ് അലി ആയത്. ഞാനിപ്പോഴും മമ്മൂട്ടി ആയിട്ടില്ല, ഇനി കിടക്കുന്നു കുറേ വർഷം. നമുക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിറേഷൻ ആകാറുണ്ട്. ഇതൊരു സിനിമാ കഥ പോലെ തോന്നിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. അത്രത്തോളം ടെമ്പോയും ഇമോഷനും സെൻറ്റിമെൻസും ലവും ഫൈറ്റും ഉണ്ടോയെന്ന് പറയുന്നത് കേട്ട് ഫൈറ്റും ഉണ്ടാവും. ചിലപ്പോൾ കൂടെയുള്ള പയ്യന്മാരുമായിട്ട് റൗഡിസം ഉണ്ടായി സുഖം കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജമാണിക്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം MGRൻ്റെ കഥയാണ്. അത്രത്തോളം MGR ആകാൻ വേണ്ടി, അല്ലെങ്കിൽ MGRൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം MGR ആയി. ഒരു വലിയ അത്ഭുതം. MGR എന്ന് പറഞ്ഞാൽ സിനിമാ നടനപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് പോലും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, നന്മകൾ ചെയ്തിട്ടുള്ള ആൾ MGR. അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് ഈ MGR കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. രാജമാണിക്യം തിരിച്ചാണ്, തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി MGR ആയതെന്ന് മാത്രം. നമുക്കൊരു MGR ഉണ്ട്, അത് രാജമാണിക്യമുണ്ട്. രാജമാണിക്യം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം രാജമാണിക്യമായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഈ സാധാരണ സിനിമയിലെ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സ് എന്നാണ്. ജോസഫ് അലക്സൊക്കെ സിനിമയിൽ മാത്രമാണ് കൂടുതൽ. ശരിക്കുള്ള ജോസഫ് അലക്സ് ഒന്നും ഒരു നേതൃ ജീവിതം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് എന്നോട് പറഞ്ഞു. മാത്രമല്ല, ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ, അങ്ങനെ പഠിച്ച് പാസ്സായ IAS IPS ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന ശില്പികൾ അവരാണ്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണ അധികാരികളായ മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അല്ല, അവർ അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇവർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് നന്നാവുന്നത്. കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലുള്ള IAS ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങൾ, സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും രാജമാണിക്യം കേരള കേഡറിൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്. രാജമാണിക്യം എവിടെയെങ്കിലും കാണും. വേറെ സാർ ഇതുവരെ കേരളം വിട്ടു പോയിട്ടേ ഇല്ല. പുള്ളി ഇപ്പം മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ, സ്വന്തം വീട് പോലെ കുറേ കാലം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടൊരു ത്രിപുരയിൽ നിന്ന് മറ്റുള്ളൊരു ഓഫീസർ, പുള്ളി ഫുൾ മലയാളവും പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടുന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ മനുഷ്യർ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾക്ക് അത്ര നല്ല മനുഷ്യരാണ് അങ്ങനെ. പക്ഷേ ഉണ്ടല്ലോ, തപ്പിയെടുത്താൽ കിട്ടും. ഭൂരിപക്ഷം നല്ലതാവുന്നു. രണ്ടൊക്കെ എവിടെയും കാണുമെന്ന്. എല്ലാ അരിമഴിച്ചാലും കുറച്ച് കല്ല് കാണും, കുഴപ്പമില്ല. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ എല്ലാവരും ജോസഫ് അലക്സ് അല്ല, പക്ഷെ ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫ് അലക്സ് ആകാം. രാജമാണിക്യത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ്. തോട്ടിപ്പണിയാണ് പുള്ളി ആദ്യം ഇവിടെ ചെയ്തത്. അപ്പോൾ കളക്ടർ തോട്ടി വെപ്പണി വൃത്തിയാക്കണം, ഇവൻ ജോസഫ് അലക്സിന് വെല്ലുവല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് അന്വേഷിച്ചതാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. രാജമാണിക്യം കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് വരാനുള്ള പരിപാടിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു. ഏതായാലും അനുഭവങ്ങൾ ഇതിപ്പോൾ ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് ഒരു മനുഷ്യ ജീവിതം മുഴുവൻ. അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല
അനുഭവങ്ങളുണ്ടാകട്ടെ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ MGR ആയി തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും.